ബെന്നി ബെഹ്നാൻ KPCC പ്രസിഡന്റാകും. സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക്. AICC പ്രഖ്യാപനം ഉടൻ. ശരത് ലാൽ ചേർന്നു ഡൽഹിയിൽ നിന്നും. ശരത് ലാൽ, അപ്പോൾ ബെന്നി ബെഹ്നാൻ ഇനി പാർട്ടിയെ നയിക്കട്ടെ എന്നാണല്ലോ തീരുമാനം? ഏകകണ്ഠമായി ഉണ്ടായ ഒരു തീരുമാനമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫ് മാറുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു. ഇന്നലെ നടന്ന, അല്ലാതെ ഇന്ന് APCC ഭാരം അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളോടക്കം ഇന്ന് പ്രധാനപ്പെട്ട ദീപദാസ് മുൻഷി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബെന്നി ബെഹ്നാനെ KPCC അധ്യക്ഷനായി പരിഗണിക്കുന്നത്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. AICC തലത്തിൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ 3 പേരുകളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. 1 ബെന്നി ബെഹ്നാൻ, 2 ആൻഡോ ആൻ്റണി, 3 കൊടിക്കുന്നിൽ സുരേഷ്. ഇതിൽ ബെന്നി ബെഹ്നാൻ ഇപ്പോൾ നറുക്കു വീണിരിക്കുന്നത്. ബെന്നി ബെഹ്നാൻ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ തവണ ബെന്നി ബെഹ്നാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബെന്നി ബെഹ്നാൻ KPCC പ്രസിഡന്റിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചത്. അതുകൂടി ബെന്നി ബെഹ്നാന് അനുകൂലമായി. എന്നാൽ ബെന്നി ബെഹ്നാനെ സംബന്ധിച്ചോളം ദീർഘകാലമായ ഒരു സ്വപ്നമാണ് KPCC അധ്യക്ഷ പദം. പലപ്പോഴും കൈവിട്ടു പോവുകയായിരുന്നു. എന്നാൽ ഈ തവണ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് സംബന്ധിച്ച മുതിർന്ന നേതാക്കളെ AICC ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ KC വേണുഗോപാൽ തന്നെ ഇത് സംബന്ധിച്ച സൂചന നൽകിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളോട്. ഏതായാലും KPCC പുതിയ അധ്യക്ഷൻ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇന്ന് KPCC ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് AICC വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ, അല്ലാതെ തൊട്ടു മുമ്പായി KPCCക്ക് പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. നിലവിലുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ അംഗമാവും. അതോടുകൂടി തന്നെ പുതിയ KPCCക്ക് അല്ലെങ്കിൽ പുതിയൊരു നേതൃത്വം വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ KPCC അധ്യക്ഷൻ എന്ന നിലക്ക് സണ്ണി ജോസഫിന് പൂർണ്ണ സമയം അദ്ദേഹം മണ്ഡലത്തിലായതിനാൽ പൂർണ്ണസമയം KPCC അധ്യക്ഷൻ എന്ന നിലക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് സംബന്ധിച്ച് ആരോപണങ്ങളും ഉയർന്നിരുന്നു. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന് AICC ചുമതലയുള്ള ദീപദാസ് മുൻഷി വ്യക്തമാക്കുകയും ചെയ്താണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ കാര്യത്തിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഏതായാലും ബെന്നി ബെഹ്നാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ KPCC അധ്യക്ഷനായി തന്നെ, താൽക്കാലിക ചുമതലയില്ലാതെ തന്നെ പൂർണ്ണ KPCC അധ്യക്ഷനായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു അവസാനം വരെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിന് തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കേണ്ടി വരണം. അത് സാമുദായിക സമവാക്യങ്ങൾ അതിന് ഗുണമാണ്. കാരണം മുഖ്യമന്ത്രി നായർ വിഭാഗത്തിൽ നിന്നാണ് എന്ന സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം ക്രിസ്ത്യൻ സമുദായത്തിന് നൽകണമെന്ന ഒരു ധാരണയിലാണ്, ആ ഒരു സമ്മർദ്ദത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് പുറത്തായി പോകുന്നത്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ തൊട്ടു മുമ്പായിട്ടോ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ശ്യാംലി നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.